നമ്മുടെ നാട്ടിൽ പ്രൈവറ്റ് ബസ്സിനെ ആശ്രയിക്കാത്തവർ വളരെ കുറവാണ്. സാധാരണക്കാരായ മനുഷ്യർ പ്രൈവറ്റ് ബസ്, KSRTC ബസ് ഒക്കെ നമ്മൾ ആശ്രയിക്കാറുണ്ട്. പക്ഷേ ഈ പ്രൈവറ്റ് ബസ്സാണ് നമ്മുടെ ഷോർട്ട് ഡിസ്റ്റൻസുകൾക്കൊക്കെ സിറ്റി ഏരിയയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. KSRTCയേക്കാളും കുറച്ചുകൂടെ കംഫോർട്ടുള്ള സ്ഥിരം കാണുന്ന ആൾക്കാർ, കണ്ടക്ടർ, അതൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ് പല ആളുകൾക്കും. നമ്മളവിടെ പറഞ്ഞു വരുന്നത് ഈ പ്രൈവറ്റ് ബസ്സുകാർ ഇവർ ചില സമയത്ത് ഭയങ്കര ശല്യമാകാറുണ്ട്. എറണാകുളത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇവരവിടെ എന്തൊക്കെയാണ് കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയമാകും. ഇവർ തമ്മിലുള്ള ചേസ് മാത്രമാണോ? തമ്മിലുള്ള തേറിവിളി, ബഹളം, അത് ചോദിക്കാന്നുണ്ട് വിടാകുക. നമുക്ക് പേടി. ഇവർ പുറയുന്ന വരുന്ന കണ്ടാൽ നമ്മുടെ വണ്ടിക്കിട്ട് വന്ന് പുറയുന്ന തട്ടും. പലപ്പോഴും തട്ടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിങ്ങനെ കയറി വെട്ടി വെട്ടി വന്നിട്ട് ഒറ്റ തട്ടായിരിക്കും. നമ്മളൊരു ദിവസം പോയി നമുക്ക് വണ്ടിക്കുണ്ടാകുന്ന പണി, തർക്കം, ബഹളം. നമ്മൾ കൂടുതലായിട്ട് ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ അവർ ചിലപ്പം എന്തെങ്കിലുമൊക്കെ അവരുടെ കയ്യിൽ എന്തൊരു സാധനം അത് വെച്ച് നമ്മളെ അടിക്കാൻ വേണ്ടി വരും. അങ്ങനെ ഒത്തിരി സിറ്റുവേഷൻസ് ഉണ്ടാകട്ടെ. പിന്നെ ഇവിടെ വൃത്തികെട്ട ഹോണുണ്ട്. നമ്മുടെ കീഴേ വന്ന് ഈ ഹോണം കടിക്കും. നമ്മുടെ വണ്ടി മര്യാദയ്ക്ക് പോകുകയാണെങ്കിൽ പുറകിൽ നിന്ന് വന്നിട്ട് ലൈറ്റ് അടിപ്പിക്കും കണ്ടമാനം. അപ്പം നമുക്ക് ഈ സൈഡ് മിറർ വണ്ടിയുടെ നിങ്ങൾക്കറിയാം, വണ്ടി ഓടിക്കുന്നവർക്ക് സൈഡ് മിറർ, ആ മിററിൻ്റെ അവിടെ ലൈറ്റ് ഇങ്ങനെ മിന്നിച്ചുകൊണ്ടിരിക്കും. എന്നാൽ പോട്ടെ, കയറ്റി വിട്ടേക്കാന്ന് കരുതി കയറ്റി വിട്ട് കഴിഞ്ഞാൽ നേരെ പോയി അടുത്ത ജംഗ്ഷനിൽ വന്നൊറ്റ ചവിട്ടാം. അതിനായിരിക്കും അവർ പോകുന്നത്. എന്നിട്ട് അവർ പ്രധാനം കിടക്കും. അവർ സ്ഥിരമായിട്ട് വരുന്നാലും ആരെയൊക്കെ എടുക്കാൻ വേണ്ടിയായിരിക്കും. എന്നിട്ട് ഇവർ പറഞ്ഞ് ഇവർക്ക് സമയം കറക്റ്റാകുന്നില്ല, ഇന്ന സമയത്ത് അവിടെ ചെല്ലണം, ആളെ എടുക്കണം, തിരിച്ചു പോകണം. നിങ്ങളോടൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയുള്ളതാണ്. ഈ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയല്ലേ എല്ലാവരും ജീവിക്കുന്നത്. ഇവരെപ്പോഴും പറഞ്ഞതാണ് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയോടോ ഞങ്ങളതൊക്കെ ചെയ്യുന്നത്. തനിക്കൊന്നും പറഞ്ഞാൽ താനൊക്കെ കാറിനകത്ത് AC ഇട്ട് നടന്നാൽ. എനിക്ക് മനസ്സിലാത്ത കാര്യം, ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്നുണ്ട്. ഗവൺമെന്റ് ജോബ് പോലെ സർവീസാണ്. ഈ വെച്ച് കീറി പോകുന്ന പ്രൈവറ്റ് ബസ് ഡ്രൈവറും അതിനൊപ്പം തന്നെയുള്ള ആവേശം കൊടുക്കുന്ന കിളിയും കണ്ടക്ടറൊക്കെ പൊതുവെ നടക്കുന്ന ബൈക്കിലായിരിക്കും. ഈ ബസ് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഇവർ ബൈക്കിനായിരിക്കും യാത്ര ചെയ്യുന്നത്. എന്നിട്ട് ഇവർ പല ബൈക്കുകാരെയും പോയി തട്ടുകയും ഈ ബൈക്കുകാരെ പുറകെ വന്ന് പേടിപ്പിക്കുക. എന്തൊക്കെയാണ് കാണിക്കുന്നത്? ഇവർക്ക് എല്ലാത്തിനും ന്യായീകരണമുണ്ട്. ഞങ്ങൾക്ക് ഇന്ന സമയത്ത് ചെല്ലണ്ടല്ലേ. ഇവർക്ക് ഇന്ന സമയത്ത് ചെല്ലുന്നതിന് ഒന്നും സമയത്ത് പോവുക, വല്ലയിടത്തും കൊണ്ടിങ്ങനെ ബസ് ഇടാതിരിക്കുക, വരുന്നവർ അല്ലാത്ത പോട്ടെന്ന് വെക്കുക. മറ്റു മനുഷ്യരുടെ ജീവൻ ഒരു വിലയില്ലേ? അതൊരു വലിയ ചോദ്യമാണ്. മറ്റു മനുഷ്യരുടെ ജീവൻ എന്താണ് വില? ഇവരെക്കുറിച്ച് എന്തെല്ലാം പറഞ്ഞാൽ വന്ന് തെറിവേശക. നീ ആടാ പറയാൻ വേണ്ടി? നിനക്ക് വേറെ പണിയൊന്നുമില്ലടാ. നീയൊക്കെ വഴിയൊന്നും ഒരു ബസ് അങ്ങ് ഓടിച്ച് കാണിക്കുക. നമ്മൾ ഈ ബസ് യാത്ര ചെയ്തിട്ടുണ്ട്, ബസ് ഓടിച്ച് നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങോട്ട് ആ ഉപദേശം കൊണ്ട് വരണ്ട, വേറെ എന്തെങ്കിലും പുതിയത് നോക്കൂ. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം, സാധാരണക്കാരനായ മനുഷ്യന് ജീവിക്കണ്ടേ? ഇവരും സാധാരണക്കാരാണ്. വഴിയെ പോകുന്ന സാധാരണക്കാരായ മറ്റുള്ളവരുടെ ജീവൻ ഒരു വിലയും കൊടുക്കുന്നില്ല. അവർ സ്ഥിര ഇടിയും ബഹളവും തർക്കവും തെറിവിളിയും. ചില സമയത്തൊക്കെ ബസ് കൊണ്ട് ഇങ്ങനെ വിലക്കങ്ങ് വെച്ചിട്ട് ഭയങ്കര തെറിവിളിയും ബഹളവും. നമ്മൾ ആരെങ്കിലും ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ അവൻ ചോദിക്കുന്ന ആൾക്കും തെറിയാണ്. കാര്യം പറഞ്ഞ് ഇവരെ ഒരുപാട് ഉപകാരം ചെയ്തതിനൊപ്പം തന്നെ മറ്റുള്ളവർക്ക് ദോഷവും ചെയ്യുന്നുണ്ട്. പിന്നെ ഇവർ പറഞ്ഞു ഞങ്ങളുടെ പ്രൈവറ്റ് ബസ്സിലൊന്നും നീ ഒന്നും ജീവിക്കില്ല. എടീ, പ്രൈവറ്റ് ബസ്സിലല്ലേ ഇവിടെ ജീവിക്കും. KSRTC ബസ്സില്ലേ ആ റൂട്ടിലൂടെ എടുത്ത ബസ്സിന്റെ എണ്ണം കൂട്ടും. അവിടെ നാട്ടുകാരെല്ലാം അവിടെ കംപ്ലൈന്റ് പറയുമ്പോൾ KSRTCയുടെ അവിടുന്ന് ഒരു അഡീഷണൽ ബസ് ഇടിക്കും. ഇപ്പോൾ KSRTC തന്നെ ചെറിയ ബസ് ഇറക്കുന്നുണ്ട്, അത്യാവശ്യം ഈ പോക്കറ്റ് റോഡിൽ കൂടെ ഒക്കെ പോകാൻ വേണ്ടി. ഇവരുടെ പറിച്ചു കേട്ട് കഴിഞ്ഞാൽ ഇവരുടെ ഗുണ്ടായുസം നമ്മൾ സഹിച്ചുകൊണ്ടിരിക്കണം. എന്ത് ലോജിക്കാണിത്? പിന്നെ ഞങ്ങളെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. എടി, പഠിക്കേണ്ട കാലത്ത് പഠിക്കാതെ ഞങ്ങളുടെ കുഴപ്പമാണോ? ഇയാളുടെ ആരും പറഞ്ഞ് നിർബന്ധിച്ച ബസ് ഓടിക്കാൻ ചെല്ലാനും കണ്ടക്ടറായിട്ടിരിക്കാനും ക്ലിയായിട്ടിരിക്കാനും ആരും നിർബന്ധിക്കുന്നുണ്ടോ? കുറച്ച് ബസ് മുതലാളിമാർ അവരുടെ കുറെ പൈസയുണ്ട്, അവർ ബസ് ഇടുന്നു. പിന്നെ അവർ പറഞ്ഞാണ് ഞങ്ങൾ ലാഭമില്ലാതെ ഓടുന്നത്. ലാഭമില്ലാതെ എന്തിനാണ് ഇങ്ങനെ ഓടുന്നത്? നമ്മളാരും നിർബന്ധിക്കുന്നത് കച്ചവടം ലാഭമില്ലാതെ ഒരു കച്ചവടം നടത്തും. നമ്മൾ ആരും ഇവിടെ നിർബന്ധിക്കുന്നില്ല. നിങ്ങളങ്ങനെ ലാഭമില്ലാതെ കച്ചവടം ചെയ്ത് കേരളത്തിലെ ജനത്തെ ഉദ്ധരിക്കണ്ടെന്നേ. ലാഭമില്ലാതെ എന്തിനാണ് ഓടുന്നത്? ഇത്ര പെടാപ്പെടുന്നവരാണ്. അവർക്ക് ഒരുപാട് ന്യായീകരണങ്ങളുണ്ട്. ഒരു സൈഡിൽ കാണിക്കുന്ന പരിപാടിക്ക് ന്യായീകരിക്കാൻ വേണ്ടി മറ്റൊരു സൈഡിൽ പറയുന്ന പല കാര്യങ്ങൾ. ഏറ്റവും സഹിക്കാം. എറണാകുളത്തെയാണ് ഏറ്റവും പീക്ക്. പിന്നെ ഞാൻ കോഴിക്കോട് പോകാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്താണ് തമ്മിലങ്ങ് ഒരച്ച് കൊണ്ടുവെക്കുന്നത്? എന്താണ് കാണിക്കുന്നത്? ശരിയാണ്, ഇവർക്ക് സമയമില്ല. ആളെ കൊണ്ട് സമയത്തെത്തിക്കണം, സമയത്തെത്തില്ല പ്രശ്നമാവും. അതിന് സാധാരണക്കാരായ ജനത എന്ത് ചെയ്യണം? ഞങ്ങളാണോ നിങ്ങളുടെ സമയം കളഞ്ഞത്? ഞങ്ങളാണോ ബസ് ഓടിച്ച് ജീവിക്കാൻ പറഞ്ഞിരിക്കുന്നത്? അല്ലല്ലോ. നിങ്ങൾ തന്നെ സ്വയമായിട്ട് ഡിസിഷൻ. നിങ്ങൾക്ക് സൗകര്യം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ തൊഴിൽ ഇട്ടിട്ട് പോവുക. വേറെ ആരെല്ലാം വന്ന് തൊഴിൽ ചെയ്തു. പ്രശ്നമൊന്നുമില്ല. ഇത് വളരെ മോശം പ്രവൃത്തിയാണ് ഈ കാണിക്കുന്നത്. വഴിയിൽ മനുഷ്യർക്ക് സ്വസ്ഥത വരാത്ത രീതിയിൽ കുറെ നാളായി ഇത് പറയണം വരുന്നത്. പുറകിൽ നിന്ന് ലൈറ്റ് അടിക്കുക, ഹോൺ അടിക്കുക, നമ്മുടെ BP ലെവലിൽ കയറ്റുക. പല ആൾക്കാരും തല പെരുക്കുവാണ്. ഈ ഹോൺ വന്നങ്ങ് അടിച്ച് ലൈറ്റും അടിച്ച് കയറിപ്പോയിട്ട് കൊണ്ടായി നിർത്തും. എന്നാൽ വിട്ട് പോകാൻ വേണ്ടിയാണ്. അതുമല്ല, പിന്നെയും നമ്മുടെ പുറകിൽ പിന്നെയും വന്ന് ഹോൺ അടിച്ച് ലൈറ്റ് അടിച്ച് നമ്മൾ ശല്യപ്പെടുത്തിട്ട് വീണ്ടും മുമ്പിൽ കൊണ്ട് വെക്കും. ഇത് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ തെറിവിളി, അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഇരുമ്പിന്റെ സാധനം എടുത്തിട്ട് വന്ന് പേടിപ്പിക്കുക. ഈ റോഡ് നമ്മളും ടാക്സ് കൊടുക്കുന്നത്. ഇവർ മാത്രമല്ല ടാക്സ് കൊടുക്കുന്നത്. റോഡ് ഇവരുടെ പിതൃ സ്വത്ത് പോലാണ് ഇവർ കാണിക്കുന്നത്. ഏതെങ്കിലും ഒരു ബസ് ഓണറും കാണും, ആ ബസ് ഓണറിന്റെ കയ്യിൽ 2-3 ബസ്സും കാണും, കുറെ പണിക്കാരും കാണും. ഇവർക്ക് എന്തും ആകാം. ഇവിടെ മറ്റുള്ളവരും ചോദിക്കാനും പാടില്ല,
ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ പറ്റുള്ളൂ, ഞങ്ങളൊക്കെ കൊണ്ടുകൊണ്ട് നിങ്ങളൊക്കെ ജീവിച്ചു പോകുന്നത്. ഞങ്ങൾ നിങ്ങളുടെ ഔദാര്യത്തിൽ ഞങ്ങൾക്ക് ജീവിക്കണമെന്നേ. ഇവിടെയുള്ള സാധാരണക്കാരൻ്റെ മനുഷ്യർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്, അവർക്ക് വാഹനം ഓടിക്കാനുള്ള അവകാശമുണ്ട്. ഈ ടൂ വീലറായിട്ട് പോകുന്ന ആൾക്കാരുടെ ജീവിതം ഒരു വിലയും കൊടുക്കുന്നില്ല ഇവർ. ചില സമയത്തൊക്കെ വെട്ടി ഇങ്ങനെ കേട്ടി എന്തൊക്കെയാണ് കാണിക്കുന്നത്. KSRTC ഒരിടയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, പിന്നീട് ഇപ്പം ഒരുപാട് മാറിയവർ. ഒരു പരിധി വരെയൊക്കെ നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഈ പ്രൈവറ്റ് ബസ്സുകാരിൽ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. എന്നാൽ നല്ല പ്രൈവറ്റ് ബസ്സുകാരൊക്കെ എൻ്റെയൊക്കെ ബാല്യകാലത്ത് നല്ല രീതിയിൽ പെരുമാറുന്ന പ്രൈവറ്റ് ബസ്സുകാരുണ്ട്. ഇന്നും അങ്ങനത്തെ ആൾക്കാരുണ്ട്, വിരളമാണ്. ഈ പ്രൈവറ്റ് ബസ്സിന്റെ എടുത്തു കഴിഞ്ഞാൽ 40% ആൾക്കാർ നല്ല മനുഷ്യരാണ്. ആൾക്കാരെ കയറ്റുന്ന കാര്യത്തിലും സമയത്ത് കൊണ്ടുവിടുന്ന കാര്യത്തിലും എല്ലാ കാര്യത്തിലും പ്രോപ്പർ. പക്ഷേ 60% ആൾക്കാർ ഈ ഒരു ആറ്റിറ്റ്യൂഡാണ്. എന്തിനാണ് ഈ ആറ്റിറ്റ്യൂഡ് എനിക്ക് മനസ്സിലാകുന്നില്ല. ശരിയാണ്, ചൂടാണ്, ചൂടത്ത് വണ്ടി ഓടിക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവും ഇറിറ്റേഷനും ചൂടും ബുദ്ധിമുട്ടും. ഫാനൊക്കെ വെച്ചാണ് ഇവിടെ ഓടിക്കുന്നത്. നമ്മൾ കാറിൽ പോകുന്ന പോലെ AC ഇട്ടുള്ള യാത്രയൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷേ നമ്മളിങ്ങനെ ഭീതിപ്പെടുത്തുന്ന രീതിയിലുള്ള, നമ്മളെങ്ങനെ പ്രയാസപ്പെടുത്തി നമ്മളെന്തോ കൊല്ലാൻ വരുന്ന പോലെയുള്ള വാഹനം ഓടിച്ചുകൊണ്ട് നമ്മുടെ ജീവൻ, ആ വണ്ടി ഇരിക്കുന്ന പാസഞ്ചേഴ്സിന്റെ ജീവൻ, അതൊന്നും ഒരു വിലയില്ല. ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ പറ്റുള്ളൂ, ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി സർവീസ് ചെയ്യുന്ന ആൾക്കാരാണ്, ജീവൻ വെച്ചോണ്ടുള്ള കളിയാണ്, എന്തെന്ന് പറയുക ഇതൊക്കെ. പിന്നെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി നടക്കുന്നത്. ഈ രണ്ടറ്റോടെ ഇങ്ങനെ കിടന്ന് മുട്ടിച്ച് മറ്റുള്ളവരുടെ നെഞ്ചത്തോടാണ് മുട്ടിക്കുന്നത്. മറ്റുള്ളവർക്ക് വാഹനം ഓടിക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. ഇനി പെട്രോൾ പമ്പിൽ ചെന്നാലും ചില സ്ഥലം അടിക്കാൻ പോകുന്ന പമ്പിലാണ് ഇവർ നേരെ വണ്ടി കൊണ്ട് വെക്കും. നമ്മുടെ വണ്ടി എടുത്ത് മാറ്റിക്കണം. നമുക്ക് ഞങ്ങളിവിടെ പൂളടിക്കാനുള്ളവരാണ്, ഞങ്ങൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് ഞങ്ങളുടെ സ്ഥലമാണത്, ബാക്കിയുള്ള ആൾക്ക് വണ്ടി പെട്രോൾ അടിക്കണ്ടേ. അത് വല്ലാത്ത ആറ്റിറ്റ്യൂഡാണ്. ചോദ്യം ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ വീഡിയോ കടി വന്ന് മുഴുവൻ തെറിവിടുക. നീ ആരാടാ മൈന, നിനക്ക് എന്താണ്, നീയൊക്കെ വലിയ കാല നടക്കുന്ന കോപ്പന്മാരിൽ നമ്മളൊക്കെ താല്പര്യമില്ല, വേറെ വല്ല പണിക്കും പോവുക. അതിന് മറ്റുള്ളവരുടെ അഞ്ചത്തോട്ട് കയറിയിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ അതാ മനസ്സിലാക്കേണ്ടത്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും ഭയമാണ്. ഇതിനെക്കുറിച്ച് എന്തൊരു കമന്റ് ആയാലും എനിക്കിങ്ങനെ അനുഭവം, തന്റെ കയ്യിരിപ്പുണ്ടായത് എനിക്ക് അനുഭവം ഉണ്ടായത്. ഞാൻ സ്ഥിരം കാണുന്ന കമന്റ് ബോക്സുകളിൽ ഭയങ്കര വൈകാരികമായിട്ട് ഒന്ന് തെറി വിളിക്കുകയാണ്. തെറി പറഞ്ഞാൽ പച്ച തന്തയ്ക്ക് നിലക്കുന്ന തന്നെ തെറിവിളിയുണ്ട്. നമ്മുടെ നാട്ടിൽ മതത്തെ പറയുമ്പോൾ, രാഷ്ട്രീയത്തെ പറയുമ്പോൾ, പ്രൈവറ്റ് ബസ്സിനെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തെറിയാണ്. കേരളത്തിൽ സാക്ഷരത കൂടുതലാണ്, ഭയങ്കര മാന്യമായ പെരുമാറ്റ രീതിയുള്ള മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഒക്കെ വലിയ ഡയലോഗ് അടിക്കും. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ, ഒരു വിമർശനം വന്ന് ആ വിമർശനത്തെ വിമർശനമായിട്ട് എടുക്കാതെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുക എന്നുള്ളതാണ്